ഇന്നത്തെ വീഡിയോയിൽ പീറ്റർ പാൻ കോളർ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫ്രണ്ട് നെക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തിട്ടേക്കുവാണ്. 4 ഇഞ്ചസ് ലെങ്ത്തിലാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഷോൾഡർ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചസിലാണ്. ഈ കോളറിന് നമ്മൾ നെക്ക് അധികം കുഴിച്ച് ഇറക്കി വെട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതൊന്ന് രണ്ടാക്കി ഫോൾഡ് ചെയ്തിടുക. കോളർ വെക്കാനായിട്ട് ഞാനൊരു കഷ്ണം പീസ് തുണി രണ്ടാക്കി മടക്കി മുറിച്ചെടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 7 ഇഞ്ചിലാണ്. ലെങ്ത്ത് വരുന്നത് 12.5 ഇഞ്ചിലാണ്. ഇനി അത് ഒന്നുകൂടി നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 ആക്കിയാണ് നമ്മളിപ്പോൾ മടക്കിയിട്ടിരിക്കുന്നത്. 4 സൈഡ് ഉണ്ട് അതിന്. ഇനി ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ പീസ് അതിൻ്റെ മുകളിലേക്ക് ഒപ്പം വെച്ച് കൊടുക്കാം. നേരെ കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ടിലായിട്ട് ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. 1/4 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് നമ്മൾ റൗണ്ട് നെക്ക് വെട്ടിയിരിക്കുന്ന ഭാഗത്തിൻ്റെ ആ മീതെ കൂടി നമ്മൾ ചോക്ക് കൊണ്ട് വന്ന് വരച്ച് കൊടുക്കുക. ഗ്യാപ്പിട്ട ഭാഗത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ച ആ വരയിൽ ടേപ്പ് വെച്ചിട്ട് ഒരു 3 ഇഞ്ചിലാണ് ഞാൻ കോളർ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 3 ഇഞ്ചിൽ എല്ലായിടത്തും ഒരു മാർക്കിംഗ് കൊടുത്ത് റൗണ്ടായിട്ട് മാർക്കിംഗ് കൊടുത്ത് അതൊന്ന് നമ്മൾ ജോയിൻ ചെയ്ത് വരച്ച് കൊടുക്കണം. ഞാനിപ്പോൾ 3 ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി നമുക്ക് വീതി വേണമെന്നുണ്ടെങ്കിൽ 3.5 ഇഞ്ചോ 4 ഇഞ്ചിലോ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി താഴെ നിന്ന് ഒരു 2 ഇഞ്ച് അകലത്തിൽ ഞാനൊരു മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ ഫ്രണ്ടിൽ കോർണർ പോയിൻറ്റിൽ നിന്ന് നമ്മളിപ്പോൾ 2 മാർക്ക് ചെയ്ത് കൊടുത്ത പോയിൻറ്റിലേക്ക് ഒന്ന് കർവ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മളൊന്ന് വരച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പ് എടുക്കുന്നതുകൊണ്ടാണ് റൗണ്ടാക്കി വരച്ച് കൊടുക്കുന്നത്. നിങ്ങൾ നേരെ വരക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ രീതിയിൽ നമുക്ക് വരച്ച് കൊടുക്കാവുന്നതാണ്. ഞാനപ്പോൾ അതിങ്ങനെ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ഭാഗം കട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ അതുപോലെ തന്നെ നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നത്. ആ ഭാഗം ഞാനൊന്നുകൂടെ കർവ് ചെയ്ത് നന്നായിട്ട് റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ സെറ്റായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് 2 പാർട്ടിൻ്റെയും നല്ല സൈഡ് അകത്ത് വരുന്ന രീതിയിൽ ആക്കി നമ്മൾ ഇട്ട് വെച്ചിട്ട് അതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 2 സൈഡും നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് അടിച്ചെടുക്കാനായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 മടക്കി ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തതിൻ്റെ അടിയിലായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ അതിൻ്റെ കറക്റ്റ് ജോയിൻറ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ആ നെക്കിൻ്റെ ഷേപ്പ് പോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 ഇഞ്ചിൽ വീതിയിൽ അതിന് താഴേക്കൂടെ നമുക്ക് റൗണ്ടായിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്കടിക്കാനുള്ള പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ മുറിച്ചെടുത്ത് വെച്ച ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ റൗണ്ടായിട്ട് കർവ് ചെയ്ത ആ ഭാഗത്തു നിന്നാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 2 സൈഡ് ഭാഗവും താഴെയുമാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. മുകളിലത്തെ ഭാഗം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ടതില്ല. അത് നമ്മൾ നെക്കടിച്ച് വരുമ്പോഴാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ആ കർവായിട്ടിരിക്കുന്ന സൈഡിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പോഴത്തെ സൈഡിലേക്ക് കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുകയാണ്. കോളറിൻ്റെ ഭാഗം 2 വട്ടം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. അറ്റത്തിട്ട് അടിക്കുന്നതുകൊണ്ട് നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ അത് പെട്ടെന്നൊരു തുന്നൽ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കോളർ അഴിഞ്ഞു പോകും. അതുകൊണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഒരു സെറ്റ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അത് ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തതിൻ്റെ പുറമേ കൂടെ നമ്മൾ ചെറിയ ചെറിയ
നോച്ചിട്ട് കൊടുക്കണം. സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ വേണം നോച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇനി അത് കഴിഞ്ഞ് അതൊന്ന് നമുക്ക് തിരിച്ചെടുക്കാം. മൂലഭാഗങ്ങളൊക്കെ നന്നായിട്ട് കോർണർ വരുന്ന രീതിയിൽ നമ്മൾ തിരിച്ചെടുക്കുക. ഇത് തിരിച്ചെടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശമാണ് ഞാൻ നിവർത്തിയിട്ടിരിക്കുന്നത്. നല്ല വശത്തേക്ക് നമ്മളിപ്പോൾ അടിച്ചെടുത്ത 2 സെറ്റും ഒന്ന് വെച്ച് നോക്കുക. കറക്റ്റ് പൊസിഷനിലാക്കി വെച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കോളർ നമ്മൾ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഒരു സ്റ്റിച്ചിങ് ചെയ്തിട്ട് നമുക്ക് നെക്ക് അടിച്ചെടുത്താലും മതിയാകും. ഞാനിപ്പോൾ നെക്ക് അടിക്കാനുള്ള പീസ് വെച്ചിട്ട് രണ്ടും കൂടി ഒന്നിച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഒരു പിന്ന് കുത്തി വെച്ച് എല്ലാ സൈഡിലും പിൻ വെച്ച് കുത്തി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കോളറും കഴുത്തടിക്കാനുള്ള പീസും മാറിപ്പോകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ പിന്ന് കുത്തി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഒരു 4 ഇഞ്ച് അകലത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. രണ്ട് പീസ് ഉള്ളത് കൊണ്ട് അത് തെന്നി മാറാതെ നോക്കിയിട്ട് വേണം നമ്മൾ അടിച്ചു കൊടുക്കാനായിട്ട്. ചുളിവുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് നിവർത്തി പിടിച്ച് അടിച്ചു കൊടുക്കുക. ഈ പാർട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഇവിടെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് തിരിച്ചെടുക്കാം. അകത്തേക്ക് ആ ഭാഗം അടിച്ച ഭാഗം ഫുള്ളായിട്ട് അകത്തേക്ക് മടക്കിയെടുക്കുക. ഇനി അത് നമ്മൾ 4 ഇഞ്ചിൽ ഒന്ന് മടക്കി അടിച്ചെടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി നമ്മൾ വെച്ച കോളറിൻ്റെ ഭാഗം ഒന്ന് മാറ്റി പിടിച്ചിട്ട് വേണം ഈ 4 ഇഞ്ചിൽ അകത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അത് മാറ്റി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളടിച്ച് കോളറിൻ്റെ മീതെ സ്റ്റിച്ച് വീണു പോകും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നിവർത്തി പിടിച്ച് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് ഉൾഭാഗം അടിച്ചെടുക്കുക. അതൊന്ന് രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ അടിച്ചെടുക്കുന്നത്. 4 ഇഞ്ചിലാണ് മടക്കി അടിച്ചെടുക്കുന്നത്. എല്ലാ സൈഡും 4 ഇഞ്ചിൽ തന്നെ മടക്കി പിടിച്ചിട്ട് ചുളിവുകളുണ്ടെങ്കിൽ അതൊന്ന് വലിച്ച് മാറ്റി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. മടക്കി പിടിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ചുളിവുകൾ വരാനിടയുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ നിവർത്തി ഒന്നുകൂടെ മെല്ലെ മടക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചുളിവുകൾ നമുക്ക് മാറിക്കിട്ടും. ഇപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം വരെ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പീറ്റർ കോളർ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമുക്ക് നെക്ക് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഷോൾഡറിൻ്റെ പൊസിഷൻ അടിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ഷോൾഡറും കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. നെക്ക് അടിച്ചതിൻ്റെ മുകളിലായിട്ട് ഫ്രണ്ടിൽ വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് ഇവിടെ അടിച്ചിട്ടില്ല. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.